ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോണത്. സമ്മതിക്കൂല. വീക്കെൻഡ് ഔട്ടിംഗ് ഡേയിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ് താമരശ്ശേരി ചുരം. ചുരത്തിലൊക്കെ പോയി ഒരു ചായയും ഗ്രീൻ പീസും കാടമുട്ടയൊക്കെ കഴിക്കുന്നതിൻ്റെ ഫീല് വേറെ തന്നെയാണല്ലേ. ആ ഒരു തണുപ്പിലൊക്കെ ഇരുന്നിട്ട് ആ ഒരു കാറ്റൊക്കെ കൊണ്ട് വണ്ടികളൊക്കെ പോകുന്ന ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. പോയവർക്ക് അതിൻ്റെ ഫീൽ നന്നായിട്ട് അറിയാം. അപ്പോൾ ചുരത്തിൽ നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പം ഇച്ചിരി കൂടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഊഞ്ഞാലും അതിൻ്റെ തൊട്ടടുത്തുള്ള തട്ടുകടയിലൊക്കെ പോയി ഒരു ചായ കുടിക്കലാണ് കേട്ടോ നമ്മളെ സ്ഥിരം പരിപാടി. പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ 4-ാം വളവിൽ പോയി നിന്നിട്ട് അവിടുത്തെ കാറ്റും പ്രകൃതി ഭംഗിയും പിന്നെ അവിടുത്തെ വണ്ടിയൊക്കെ പോകുന്ന ഇങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ വീക്കെൻഡ് ഔട്ടിങ്ങിലും പിന്നെ നമ്മളെ ഗസ്റ്റൊക്കെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ സ്ഥിരം പോകുന്ന പ്ലേസാണ് ഈ ചുരവും പിന്നെ നോളജ് സിറ്റിയും. തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാനും പിന്നെ വേണേൽ ലേറ്റ് ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല, ട്രാഫിക് ഒന്നും കിട്ടുമെന്ന് വലിയ പേടിക്കാനും ഇല്ലാത്ത 2 സ്ഥലങ്ങളാണ് കേട്ടോ ഇത്. ഈ കുതിരക്കാലുണ്ട് ചോട്ടൊക്കെ. ആ കുതിരേൻ്റെ ഓണർ പറയുന്ന പോലെ തന്നെ കേൾക്കുന്ന ഒരു കുതിരയാണ് കേട്ടോ. കിക്ക് ചെയ്യാൻ പറയുമ്പോൾ കിക്ക് ചെയ്യും, ഉമ്മ കൊടുക്കാൻ പറയുമ്പോൾ ഉമ്മ കൊടുക്കുന്നതൊക്കെ ഒരു കുതിരയാണേ. പിന്നെ നമ്മളടുത്തേക്ക് അധികം വരത്തില്ല. നമ്മളടുത്തേക്ക് വന്നാൽ നമ്മളെ കടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളധികം അടുത്തേക്ക് പോയില്ല. വേറൊരു ചേട്ടനയിൽ ഫോൺ കൊടുത്തിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യിപ്പിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. അന്നമ്മ അപ്പോൾ കുറേ നാളായിട്ട് പറയുന്നു അവൾക്കൊന്ന് കുതിരപ്പുറത്ത് കയറണം. അവൾ ഇന്നേ വരെ കുതിരപ്പുറത്ത് കയറിയിട്ടില്ല. വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് അവൾ കുതിരപ്പുറത്ത് കയറാൻ. നമ്മൾ നോളജ് സിറ്റിക്കൊക്കെ വരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഈ കുതിരകളൊക്കെ ഉണ്ടാവാറുള്ളൂ. ചില സമയങ്ങളിലേ നമ്മളിത് കാണാറുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളിത് കണ്ടില്ല. ഇപ്രാവശ്യം വന്നപ്പോൾ എന്തായാലും അവൾ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ കുതിരപ്പുറത്ത് കയറ്റിയതാണ്. അവൾ ഒറ്റയ്ക്ക് വിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂട്ടിന് ഞാനും കൂടെ കയറിയതാണ് കേട്ടോ. പക്ഷെ എന്താണെന്നറിയത്തില്ല, പണ്ടത്തെ പോലെ ആ ഒരു ധൈര്യം ഇപ്പം ഇല്ല. ഇനിയിപ്പോൾ മോളും കൂടെ മുമ്പിൽ ഇരുന്നത് കൊണ്ട് എനിക്ക് ബാലൻസ് കിട്ടാതെ ആയതാണോ എന്നും അറിയത്തില്ല. നല്ല പേടിയുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പണ്ട് ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ നമ്മളെപ്പോഴും ബോൾ എടുക്കാനും അല്ലെങ്കിൽ കീപ്പറൊക്കെ ആയിട്ടാണ് നിൽക്കുക അല്ലേ. ബാറ്റൊന്നും അധികം നമുക്ക് കിട്ടാറില്ല. ബാറ്റ് കിട്ടുന്ന പറഞ്ഞാൽ ഭയങ്കര റെയറായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ അവിടെ എത്തിയപ്പം ക്രിക്കറ്റിൻ്റെ VRL ഗെയിമും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കണമെന്ന്. അങ്ങനെ ബാറ്റൊക്കെ ചെയ്ത് ഏകദേശം 51 റണ്ണൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷമൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ വീക്കെൻഡ് ഔട്ടിംഗ്. അപ്പോൾ എങ്ങനെയുണ്ട്?